ഹലോ ഗായ്സ്, വെൽക്കം ടു എ പുതിയൊരു ദിവസം. അപ്പോൾ നമുക്കൊന്നൊരു ഔട്ടിംഗ് ഡേ ആണ്. ഇന്ന് ഫുള്ള് കറക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പോണത് ഗ്രാൻഡ് മാളിലോട്ടാണ്. നമ്മളിന്നും നേരം വൈകിട്ടാണ് എത്താറ്, പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ എത്തി. അപ്പോൾ മാളും തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളാണ് ഫസ്റ്റ് മാളൊക്കെ തുറന്നത്. അങ്ങനെ മാളൊക്കെ തുറന്ന് നമ്മൾ കയറി. നമ്മുടെ മൂവി 10:45 പക്ഷെ നമ്മൾ എത്തിയത് ഒരു 9:30 ആകുമ്പോഴേക്ക് എത്തിയായിരുന്നു. അപ്പോൾ പിന്നെ മൂവി തുടങ്ങണവരെ നമ്മളൊന്ന് മോള് ഫുൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അത് അവൾക്ക് എസ്കലേറ്റർ കയറാൻ പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ അവളെ അത് കയറാൻ പഠിപ്പിക്കലായിരുന്നു കുറച്ച് ടൈം. എന്നിട്ട് ഓരോരുത്തർ കയറാൻ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കയറാൻ പഠിപ്പിച്ച് ഞാൻ കയറിപ്പോന്ന്. അത് കഴിഞ്ഞപ്പോൾ ശലഭ കയറാൻ പഠിപ്പിച്ച് അങ്ങനെ ശലഭയും കയറിപ്പോന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ വട്ടം അവളെ പറഞ്ഞ് അവൾ കയറിയില്ല ഗൈസ്. കുറേ സെക്യൂരിറ്റിക്കാരും കുറേ പറഞ്ഞു കൊടുത്ത്, പക്ഷെ അവൾക്ക് പേടിയായിരുന്നു. എന്നിട്ട് കയറിയില്ല. അവൾ സ്റ്റെപ്പ് കയറി മുകളിൽ വന്ന്. അങ്ങനെ നമുക്കിതേ മോളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളിതേ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയായിരുന്നു. അവിടെ പിന്നെ അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കണ പോലെ അഭിനയിച്ച് തിരിച്ചവിടെ തന്നെ അയച്ച് നമ്മൾ വേറെ സെക്ഷനിലോട്ട് പോയായിരുന്നു. പിന്നെ നമ്മളിതാ മാക്സിലോട്ടൊക്കെ കയറി ഇവർക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മൂവി തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്ത് തിയേറ്ററിലോട്ട് കയറിയിരുന്നു. എല്ലാവരും ഭയങ്കര പേടിക്കാനുള്ള പടാന്ന് വെച്ചിട്ട് നമ്മൾ റീലൊക്കെ കണ്ട് വലിയ ഹൈപ്പ് എടുത്ത് പോയിരിക്കുകയായിരുന്നു. എല്ലാവരുടെ പേടിയുണ്ടോ ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഈ സിനിമയൊക്കെ തുടങ്ങിയായിരുന്നു. കാണാൻ പോയ പടം കാന്താരിയാണ് ഗൈസ്. കുറേ പേടിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്നെ കൊണ്ടുപോയത്. പക്ഷേ എനിക്ക് വലിയ പേടിയൊന്നും ആയിരുന്നാലും കുഴപ്പമില്ല ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ബ്രേക്കായപ്പോൾ നമ്മളിത് പോപ്കോണൊക്കെ മേടിച്ചായിരുന്നു. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂവി അടിപൊളി മൂവിയാണ്. ഒരു വട്ടയിൽ തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. സൂപ്പർ മൂവിയാണ്. അപ്പോൾ നമ്മൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ഫുഡാനുള്ള ടൈമാണ്. ഡേവിഡ് ഷവർമയൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. ഞാൻ പിന്നെ എവിടെ പോയാലും മന്തി ചെയ്തുകൊണ്ട് മന്തി ഓർഡർ ചെയ്തായിരുന്നു. കുറേ നാളായി ഗൈസ് മന്തിയൊക്കെ കഴിച്ചിട്ട്. ഞാൻ പെരി മന്തിയാണ് ഓർഡർ ചെയ്തത്. സൂപ്പർ മന്തിയായിരുന്നു ഗൈസ്. നല്ല സ്പൈസി ആയിട്ട് കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ റൂമിലൊക്കെ എത്തി. ജിമ്മിന് പോകാനുള്ള ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ ജിമ്മിലോട്ട് പോയി. ഇവൾ ആദ്യമായിട്ടാണ് ജിമ്മിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അവളെ കൊണ്ട് എല്ലാ വർക്കൗട്ടും ചെയ്യിപ്പിക്കുകയായിരുന്നു. അവൾ ചുമ്മാ എന്താണ് കാണാൻ. അപ്പം അത് മേലനങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. മന്തി കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, വർക്കൗട്ട് ചെയ്യാൻ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെ നമ്മളിത് ഈ ജിമ്മൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് കയറാനായപ്പോൾ ഹോസ്റ്റലിൽ ഒരു പുതിയ അതിഥി പോകണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളിത് ക്യാൻറ്റീനിൽ നിന്ന് അങ്കിൾമാരനെയൊക്കെ വിളിച്ചു തുടർന്ന് നമ്മൾ അങ്ങനെ ഒരു പാമ്പിനൊക്കെ കൊന്നു. നമ്മൾ പാമ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളെ ട്രോളായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.